പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിനോടൊപ്പമുള്ള ജീവിതം കുറേ കൂടി നിറമുള്ളതാണ്. കർത്താവിനോടൊപ്പമുള്ള ജീവിതം പ്രത്യാശ നിർഭരമാണ്. കർത്താവിനോടൊപ്പമുള്ള ജീവിതം സന്തോഷം നിറഞ്ഞതാണ്. അവൻ്റെ കരങ്ങൾ പിടിച്ച് നടക്കുമ്പോൾ ജീവിതത്തിൽ ആനന്ദമുണ്ടാവും. സഹനങ്ങളുണ്ടായാലും തളരുകയില്ല, പതറുകയില്ല, തകരുകയില്ല. അതാണ് കർത്താവിനോടൊപ്പമുള്ള ജീവിതത്തിൻ്റെ പ്രത്യേകത. ഇന്ന് ഈ സായാഹ്നത്തിൽ നമ്മൾ ഇങ്ങനെ ഈശോയുടെ മുന്നിൽ ഈശോയെ ആരാധിച്ചുകൊണ്ടും ഇന്നത്തെ ദിനത്തിന് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടും ആയിരിക്കുമ്പോൾ കർത്താവിനോടൊരു പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയർത്തി നൽകണം. എന്താണെന്നോ, കർത്താവേ, അങ്ങയോടൊത്ത് ചരിക്കാൻ കൃപ നൽകണമേ. അങ്ങയുടെ കരം പിടിച്ച് ജീവിതത്തെ നയിക്കാൻ കൃപ നൽകണമേ. അങ്ങയുടെ ഹൃദയത്തിൻ്റെ ആനന്ദം അനുഭവിക്കാൻ കൃപ നൽകണമേ. ഈശോയെ വിശുദ്ധിയിൽ ജീവിക്കാൻ കൃപ നൽകണമേ. വചനം പറയുന്നുണ്ട്, സങ്കീർത്തനം 34:4-5-6. ഞാൻ കർത്താവിനെ തേടി അവിടുന്ന് എനിക്ക് ഉത്തരമരുളി, സർവ്വഭയങ്ങളിൽ നിന്നും അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. കണ്ടോ, കർത്താവിനോടൊപ്പമുള്ള ജീവിതം ആനന്ദമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? കാരണം എന്താ? കർത്താവ് എല്ലാ ഭയത്തിൽ നിന്നും വിടുതൽ തരും. എല്ലാ ഭയവും കർത്താവ് എടുത്തു മാറ്റും. എൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ഭയം, ജോലിയെക്കുറിച്ചുള്ള ഭയം, ബിസിനസ്സിനെ കുറിച്ചുള്ള ഭയം, മക്കളെക്കുറിച്ചുള്ള ഭയം, എല്ലാ ഭയവും മാറും. കർത്താവ് ഏറ്റെടുക്കും. തുടർന്ന് പറയാണ്, അവിടത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല. അവനെ നോക്കിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ ഇരുട്ടെല്ലാം പോവുക. അവനെ പ്രണയിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം എല്ലാം പോവുക. അങ്ങനെ ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ, ലോകത്തിൻ്റെ മുന്നിൽ ലജ്ജിതനാകാതെ തല ഉയർത്തി നടക്കാൻ തക്ക കൃപയുള്ളവനായിട്ട് ഉയരപ്പെടുക. തുടർന്ന് പറയുന്നു, ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എളിമയോടെ ഞാൻ കർത്താവിൻ്റെ പാദത്തിങ്കൽ ഇരുന്നു. എളിമയോടെ കർത്താവിനോട് പ്രാർത്ഥിച്ചു. എളിമയോടെ അവിടുത്തെ ശക്തിക്ക് വേണ്ടി യാചിച്ചു. കർത്താവ് കേട്ടു. അവിടുന്ന് എന്നെ നയിച്ചു. ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ഈശോ നിന്നെ നയിക്കട്ടെ കേട്ടോ. നിൻ്റെ ഹൃദയത്തിൻ്റെ എല്ലാ ഭാരങ്ങളും അവിടെ നിന്ന് ഏറ്റെടുക്കട്ടെ. നിൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ വിഷമങ്ങളും കർത്താവ് ഏറ്റെടുക്കട്ടെ. നാളെ ഒരു നല്ലൊരു ദിനം ഉണ്ടാവും. ഇന്ന് രാത്രി നല്ലതുപോലെ ഉറങ്ങാൻ, ഒരു കുഞ്ഞിനെ പോലെ ഉറങ്ങാനുള്ള കൃപ കർത്താവ് നിനക്ക് തരും. സന്തോഷമായിട്ടിരിക്കണം, സമാധാനമായിട്ടിരിക്കണം. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, എൻ്റെ ആകുലതകൾ അകറ്റുന്ന ദൈവമേ, അങ്ങേക്ക് 1000 നന്ദി. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.